ഷാക്കിർ, എന്തുകൊണ്ടാണ് ഈ 3 വൈസ് ചാൻസലർമാരും കേരള സമൂഹത്തോട് മാപ്പ് പറയണം എന്നുള്ള ആവശ്യം നിങ്ങൾ ഉന്നയിക്കുന്നത്? അക്കാദമിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എല്ലാവരും വലിയ വായിൽ സംസാരിക്കുന്നതാണ്. എന്താണ് ഈ VC-മാർ ചെയ്ത തെറ്റ്? അല്ല, VC-മാർ ചെയ്ത തെറ്റ് അവരിയ്ക്കുന്ന സ്ഥാനത്തിന് യോജിച്ച നടപടിയല്ല അവർ ചെയ്തിട്ടുള്ളത്. RSS എന്ന് പറയുന്നത് രാഷ്ട്രവിഭജനത്തിൽ ജനങ്ങളെ വർഗീയമായി വേർതിരിക്കുന്നതിൽ, സ്വാതന്ത്ര്യ സമരത്തെ ഉറ്റുകൊടുക്കുന്നതിൽ മുന്നിൽ നിന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായും മറ്റ് സംഘടനകൾ, നേരത്തെ VC ആയിരുന്ന അദ്ദേഹം പറഞ്ഞതുപോലെ മുജാഹിദ് സംഘടനകളുടെയോ അല്ലെങ്കിൽ കാന്തപുരം വിഭാഗത്തിൻ്റെ ഏതെങ്കിലും സെമിനാറിൽ പോയതല്ല. ഇവർ പോയി പങ്കെടുത്തിട്ടുള്ളത് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, പല രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയെ പോലും മാറ്റി നിർത്തി അദ്ദേഹത്തിൻ്റെ ഘാതകരെ മഹത്വവൽക്കരിക്കുന്ന പാഠപുസ്തകങ്ങൾ പോലും കുട്ടികളെ പഠിപ്പിക്കണമെന്ന തരത്തിലേക്ക് RSSന് നിർദ്ദേശം വരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലകളുടെ VC-മാർ RSSൻ്റെ പരിപാടിയിൽ അതിൻ്റെ ഏറ്റവും സുപ്രീം നേതാവിൻ്റെ കൂടെ പങ്കെടുത്തിട്ടുള്ളത്. അത് നിസ്സാര കാര്യമായി കാണാൻ കഴിയുമോ? കേരളത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്, അവരിയ്ക്കുന്ന സ്ഥാനത്തിൻ്റെ മഹത്വമുണ്ട്. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അതുകൊണ്ടാണ് ശ്രീ KC വേണുഗോപാൽ പറഞ്ഞത്, ഇവർ ഗണഗീതം പാടി കുറുവടിയും ഏന്തി RSSൻ്റെ ശാഖയിൽ പോയിക്കോട്ടെ എന്ന്. അതാണ് ശരിയായി പറയാനുള്ളത്. അല്ല, അവരെ അങ്ങോട്ട് തള്ളിവിടുവാൻ നിങ്ങൾക്ക് എന്താണ് ഇത്രമാത്രം വെമ്പൽ? ശ്രീ CK ഷാക്കിർ, അവർക്ക് നിങ്ങൾക്കാണല്ലോ വെമ്പൽ കൂടുതൽ. അവരെ RSSകാരാക്കി ഈ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കണമെന്ന് ഈ താങ്കൾ നേരത്തെ പറഞ്ഞു, മുജാഹിദ് സംഘടനകളുടെ യോഗത്തിലോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളുടെ യോഗത്തിലോ പങ്കെടുക്കുന്നത് പോലെയല്ല RSSന്റെ ഇത്തരമൊരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എന്ന്. എന്താണ് താങ്കൾ ഇതിലെ വ്യത്യാസം കാണുന്നത്? ഡോക്ടർ G ഗോപകുമാർ അത് കൃത്യമായി പറഞ്ഞു, അദ്ദേഹവും പങ്കെടുത്തിട്ടുള്ളയാളാണ്. അല്ല, ഈ മുജാഹിദ് സംഘടനകളോ കാന്തപുരം വിഭാഗമോ ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാനോ മതപരമായ വേർതിരിവുണ്ടാക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രത്തെ സ്വാതന്ത്ര്യ സമരത്തെ ഉറ്റുകൊടുക്കാനോ ബ്രിട്ടീഷുകാർക്ക് ഷൂ നക്കി കൊടുക്കാനോ ഇവരാരും തയ്യാറായിട്ടില്ല. എന്നാൽ RSSൻ്റെ പാരമ്പര്യം അതാണോ? ഇവർ ഈ രാഷ്ട്ര നിർമ്മിതിക്ക് എന്ത് സംഭാവനയാണ് ചെയ്തിട്ടുള്ളത്? ഇപ്പോഴും നിങ്ങൾ നോക്ക്, രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിരപരാധികളായ മനുഷ്യരെ കൊല്ലാൻ ഈ ഭരണഘടനാപരമായ സ്ഥാപനങ്ങളെ മുഴുവൻ സംഘിവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ ചൂട്ടുപിടിച്ചുകൊണ്ട് അതിന് ഇരുന്ന് കൈയടിച്ച് കൊടുക്കുന്ന നിലപാടല്ല ഈ 3 VC-മാർ ചെയ്തിട്ടുള്ളത്. ഞങ്ങളിവിടെ പറയുന്നത് ഇതിന് ശരിക്കും വളം വെച്ച് കൊടുക്കുന്നതിൽ CPM-ന് വലിയ പങ്കുണ്ട്. 2025-ൽ 4 VC-മാർ ഇതേപോലെയുള്ള പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് മാധ്യമപ്രവർത്തകർ വിവാദമുണ്ടായി. ശ്രീമതി ബിന്ദുവിനോട്, അന്നത്തെ മന്ത്രി ശ്രീമതി ബിന്ദുവിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് വ്യക്തിപരമായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞതാണ്. പിന്നീട് അത് വലിയ വിവാദമായി. അന്നത്തെ മന്ത്രിയുടെ എന്താ പറയുക, അതൊരു വാക്ക് പരിഗണിച്ചുകൊണ്ടായിരിക്കണം, പ്രോത്സാഹനമായി കണ്ടുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഇത്തവണ 2026-ൽ ഈ VC-മാർ പോയിട്ടുള്ളത്. ശ്രീമാൻ നമ്മുടെ മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, സാധ്യമാകുന്ന തരത്തിൽ നടപടി സ്വീകരിക്കും. ഇപ്പൊ നമുക്കറിയാം VC-മാരുടെ എന്ത് ഇടപെടൽ നടത്താനാണ് സംസ്ഥാന സർക്കാരിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും VC-മാർക്കെതിരെ? അല്ല, നിയമപരമായി ഒരു പക്ഷേ അതിന് പരിമിതികളുണ്ട്. ഈ നിയമം, ഈ ആക്ട് കാലങ്ങളായി നമ്മുടെ കേരളത്തിൽ ഉള്ളതാണ്. പക്ഷേ ഗവർണർ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന വളരെ സൗഹൃദപരമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2ാം പിണറായി വിജയൻ്റെ സർക്കാർ മുതലാണ് 100% സംഘിവൽക്കരണത്തിലേക്ക് RSS നീങ്ങിയിട്ടുള്ളത്. അതിന് പിണറായി വിജയൻ സർക്കാർ സാധ്യമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അതിൻ്റെ തുടർച്ചയാണ്, അതിൻ്റെ ഒരു ബലത്തിലാണ് ഇവർ വരുന്നത്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ കരുതിക്കോ, അങ്ങനെ ഗവർണർക്ക് തോന്നിയതുപോലെ കേരളത്തെ കൊണ്ടുപോകാമെന്ന് അവർ കരുതിയെങ്കിൽ അത് ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിരോധിക്കേണ്ട രീതിയിൽ പിണറായി വിജയൻ പറഞ്ഞത് നിങ്ങൾ സംഘപരിവാറിന് കീഴടങ്ങുന്നു എന്നാണ്. അതിന്റെ ഉദാഹരണമായിട്ടാണ് VC-മാരുടെ ഈ മോഹൻ ഭാഗവതിന്റെ പരിപാടിയിൽ പങ്കെടുത്തതിനെ കുറിച്ച് പ്രതിപക്ഷം പറയുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീജിത് പണിക്കർ, ഇതാണ് ഈ കാവ്യവൽക്കരണത്തിന് വഴിവെക്കുന്ന ഒന്നായി മാറുകയാണ്. അതാണ് വൈസ് ചാൻസലർമാർ ചെയ്തിരിക്കുന്ന അപരാധം എന്നാണ് ഇപ്പോൾ ഷാക്കിർ അത് കൃത്യമായിട്ട് പറഞ്ഞുവല്ലോ. നോക്കൂ, ഒന്നാമത്തെ കാര്യം ശ്രീ ഷാക്കിർ മനസ്സിലാക്കേണ്ടത്, VC-മാർ ഔദ്യോഗികമായിട്ട് പങ്കെടുത്തിരിക്കുന്ന ഒരു ചടങ്ങല്ല ഇത്. അവരവരുടെ പേഴ്സണൽ കപ്പാസിറ്റിയിൽ അവർ പങ്കെടുത്തിരിക്കുന്നതാണ്. ആ സമയത്തെല്ലാം തന്നെ അവർക്ക് നമ്മുടെ നാട്ടിലെ ഏതൊരു സ്വതന്ത്രനായ പൗരനും ഉള്ള വ്യക്തിയുടെ അവകാശങ്ങൾ, അതായത് ഇൻഡിവിജ്വൽ റൈറ്റ്സ് എന്തൊക്കെയാണോ, ഭരണഘടനാപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അവകാശങ്ങൾ എന്താണോ, അതെല്ലാം തന്നെ പൂർണ്ണമായും എക്സസൈസ് ചെയ്യുന്നതിന് എല്ലാവിധ റൈറ്റുമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള ചടങ്ങുകളിൽ അവർക്ക് പങ്കെടുക്കാം, അവർക്ക് താല്പര്യമുള്ള ആൾക്കാരെ കാണാം,
അവർ നിരോധിക്കപ്പെട്ട സംഘടനകളുടെ നേതാക്കന്മാരെയോ അല്ലെങ്കിൽ ക്രിമിനലുകളായിട്ടുള്ള വ്യക്തികളെയോ ഒന്നും തന്നെ അവർ നേരിട്ട് കണ്ടിട്ടില്ല. അല്ല, അവർ VC എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ പോലുമല്ല. അതായത് അവരെ ഒഫീഷ്യലായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ പ്രവൃത്തിയുമായി അല്ലെങ്കിൽ അവരുടെ കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ട ഒരു അബറേഷനാണ് എന്ന രീതിയിലത്തേക്ക് പോലും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. അതിലേക്കാണ് ഞാൻ വന്നത്. അതായത് അവരുടെ കണ്ടക്റ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആക്ഷൻ എടുക്കാനായിട്ട് ചാൻസലറോട് റിക്വസ്റ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ അവരുടെ ഒഫീഷ്യലായിട്ടുള്ള ഒരു പദവിയിൽ അവർ അതിനെ ദുരുപയോഗം ചെയ്തിട്ടില്ല. വ്യക്തിപരമായിട്ട് അവരുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് അവരൊരു പരിപാടിയിൽ പങ്കെടുത്തു. അതിൽ ഏത് നിയമം അല്ലെങ്കിൽ ഏത് സ്റ്റാറ്റ്യൂട്ട് അത് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ മാപ്പ് പറയണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നിയമപരമായിട്ട് തെറ്റൊന്നും അവർ ചെയ്തിട്ടില്ല എങ്കിൽ ദേ വെയർ എൻടൈറ്റിൽ ടു ഡു വാട്ട് ദേ ഡിഡ്. അത്രയേ ഉള്ളൂ. അതായത് അവർക്ക് നിയമപ്രകാരം ഈ രാജ്യത്തുള്ള ഏതൊരു സ്വതന്ത്ര പൗരനും കഴിയുന്നത് പോലെ ഇത് ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പം നേരത്തെ ഇവിടെ പറഞ്ഞു, കഴിഞ്ഞ വർഷം ഇടത് സർക്കാർ ഭരിക്കുന്ന സമയത്ത് 4 VC മാർ ഇതേപോലെ പങ്കെടുത്തു. 4 VC മാർ മാത്രമല്ല, മുൻ VC മാർ ഉൾപ്പെടെയുള്ള ആൾക്കാരും അതിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ പങ്കെടുത്തിരുന്ന സമയത്ത് അവർക്കെതിരെ എന്ത് നടപടി എടുത്തുവെന്ന് ശ്രീ ഷാക്കർ ആലോചിച്ച് നോക്കിയാൽ മതി. കാരണം അന്ന് RSSനെ ഇഷ്ടമല്ലാത്ത ഒരു സർക്കാരാണ് ഇവിടെ ഭരിച്ചത്. ഇപ്പോഴും RSSനെ ഇഷ്ടമല്ലാത്ത ഒരു സർക്കാരാണ് കേരളത്തിൽ ഭരിക്കുന്നത്. ആ സമയത്ത് കഴിഞ്ഞ തവണ 4 ഇത്തവണ 3 സെർവിംഗ് ആയിട്ടുള്ള VC മാർ ഈ ചടങ്ങുകളിൽ പങ്കെടുത്തു. പക്ഷെ അവർക്കെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ അവർ ചെയ്തിരിക്കുന്നതിൽ തെറ്റില്ല എന്നും അവർക്കെതിരെ നടപടി എടുക്കാനായിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടും നിയമവും നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളതുമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.